UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ വലിയ ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയോടുകൂടിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി കൂടി ആയി ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ചിത്രം പൂർണ്ണമാണ്ട് പി വി അൻവറിന്റെ കൂടി നിലപാട് വ്യക്തമാകണം. ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ എന്താ? വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പോകുന്നത്. കാരണം നിലമ്പൂരിലെ UDFന്റെ പ്രവർത്തകർ മാത്രമല്ല, നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നിലമ്പൂരിലൊരു മാറ്റം വേണം എന്നവർ ചിന്തിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ടേമായി ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരണത്തിന് കീഴിൽ നിലമ്പൂർ ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം. മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയങ്ങളും പരിപാടികളുമായിട്ട് കേരളത്തിലെ ജനം ദുരിതപൂർണമായ അവസ്ഥാവിശേഷം, നിലമ്പൂരിലെ കാട്ടാൻ ആക്രമണങ്ങൾ, ഒരു പ്രതിരോധിക്കാൻ പോലും ഇവിടെ ആളില്ലാത്തൊരവസ്ഥ, ഒന്നൊരു പരാതി പോലും പറയാൻ ആളില്ലാത്ത അവസ്ഥ, ഒക്കെ പരാതി കേൾക്കുക പൂർണ്ണമായും പലപ്പോഴായി ഇവിടുത്തെ കർഷകരും ആദിവാസികളെയും കബളിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം. ഇതൊക്കെ നിലമ്പൂരിൻ്റെ വലിയ പ്രശ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. കാരണം ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയങ്ങൾ മൂലമുണ്ടായ ദുസ്ഥിതി, അഴിമതി, ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് കഴിയില്ല. അവർക്കൊക്കെ വേണ്ടി നിലമ്പൂരുകാർ പ്രതികരിക്കും. അത് രാഷ്ട്രീയത്തിനതീതമായ പ്രതികരണമായിരിക്കും ഉണ്ടാവുക. ആ പ്രതികരണം എന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു വലിയ ഭൂരിപക്ഷം നൽകുക. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമുണ്ട്. PK ഫിറോസ് ഇവിടെ ഉണ്ട്, TP അഷ്റഫ് അലി ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ ഷാഫി പറമ്പിലും, ഇവരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. VD സതീശനും പ്രതിപക്ഷ നേതാവ്, ആദരണീയനായ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെയുണ്ട്. മലപ്പുറത്ത് മുഴുവൻ MLA മാരും നേതൃത്വം ഏറ്റെടുത്തിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നേതൃനിരയുടെ അവരുടെ ആശീർവാദത്തോടെ, അവരുടെ അംഗീകാരത്തോടെ, അവരുടെ ഉപദേശങ്ങളോടെ ഈ മണ്ണിൽ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിജയം. സംസ്ഥാന സർക്കാരിനെതിരെ UDFന് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. നിലമ്പൂരിന്റെ വികസനത്തെക്കുറിച്ചും പറയാറുണ്ട്. ഏതിനായിരിക്കും ഊന്നൽ നൽകുക? രണ്ടിനും ഊന്നൽ. ഏറ്റവും കൂടുതൽ രണ്ടും പ്രധാനപ്പെട്ട കാര്യം തന്നെ. കേരളത്തിലെ ഇന്നത്തെ ദുരിതപൂർണമായ അവസ്ഥ, 3 തവണയാണ് ഇലക്ട്രിസിറ്റി വർദ്ധിപ്പിച്ചത്. ഈ വീട് നിങ്ങൾക്കറിയാം. ഈ വീടിന്റെ അധിപൻ ഇലക്ട്രിസിറ്റി ചാർജ് കുറച്ച ആളാണ്, അറിയാലോ. അദ്ദേഹം ഇലക്ട്രിസിറ്റി ചാർജ് കുറച്ചതാണ്. മാത്രമല്ല, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് 25 വർഷത്തേക്ക് ₹2.92 വൈദ്യുതി വാങ്ങാൻ വേണ്ടിയുള്ള എഗ്രിമെന്റ് വെച്ചതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ആ എഗ്രിമെന്റ് അങ്ങ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ₹9.5, ₹10, ₹11 വൈദ്യുതി വാങ്ങുകയാണ്. ഇപ്പൊ പറയുന്നു 40,000 കോടി കടത്തിലാണ്. UDF ഭരിച്ച സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭത്തിലായിരുന്നു എന്ന് മാത്രമല്ല, വൈദ്യുതി ചാർജ് യൂണിറ്റിന് 20 പൈസ കുറച്ചു എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു വല്ലാത്ത അവസ്ഥ തൊഴിലാളികളെ, അതിസാധാരണക്കാരെ, ആദിവാസികളെ, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ടാവും. 2019 കവളപ്പാറ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട 300 ചില്ലാനം കുടുംബങ്ങൾ ഇന്നും നീല പ്ലാസ്റ്റിക് ഷീറ്റില്ലേ, അത് വിരിച്ചു കഴിയുക 6 വർഷക്കാലമായിട്ട്. ഈ ഒരു പരിഹാരം ഇതുവരെയില്ല. ഇവിടുത്തെ കാട്ടുമൃഗ ശല്യത്തിന് ഒരു പരിഹാരവും ഇല്ല. ഇവിടുത്തെ കടുവ, പുലി ആക്രമണത്തിന് വിധേയരായി രക്തസാക്ഷികളാവേണ്ടി വരുന്ന മലയോര കർഷകർ, അതിന് യാതൊരു പരിഹാരവും ഇല്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഞാൻ രാവിലെ സ്വരാജിനെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് പവർ കട്ട് ഇല്ലാത്ത, ലോഡ് ഷെഡിംഗ് ഇല്ലാത്തൊരു കാലമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരത്തെ അതായിരുന്നു എന്നുള്ളത്. അതായത് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ആയിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് വോട്ടർമാർ. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒക്കെ കേരളത്തിൽ പോയിട്ട് വർഷങ്ങളായി. ഞാൻ പറഞ്ഞല്ലോ, 25 വർഷത്തേക്ക് ₹3.26 എഗ്രിമെന്റ് വെച്ച് ആ വൈദ്യുതി വാങ്ങി വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി യൂണിറ്റിന് വില കുറച്ച ഒരു ഗവൺമെന്റും ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ 3 തവണയാണ് ഈ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. മാത്രമല്ല, ഈ ₹3.26 യൂണിറ്റിന് ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് ₹9, ₹9.5, ₹10 വൈദ്യുതി വാങ്ങാണ്. എന്നിട്ട് ജനങ്ങളെടുത്ത് വീണ്ടും കാശ് വാങ്ങിക്കുക. 3 തവണ വർദ്ധിപ്പിച്ചു. ഇതൊരു വൈദ്യുതിയുടെ കാര്യം മാത്രമല്ല, വെള്ളക്കരത്തിന്റെ കാര്യം മാത്രമല്ല. ഇത് സാധാരണക്കാരൻ ഒരു വീട് വെക്കുമ്പോൾ, ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ്, ബഷീറാക്കിയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റായ ആളുകളാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെക്കാൻ പെർമിറ്റിന് ₹320 ചെലവ്. ഇന്ന് എത്രയറിയോ? ഇന്ന് 3200 കൊടുത്താലും പെർമിറ്റ് കിട്ടൂല.
അത്രമാത്രം 10 ഇരട്ടി 20 ഇരട്ടിയല്ല, ആ രൂപത്തിൽ എല്ലാ മേഖലയിലും നികുതി വർധനവ്. അതേസമയം സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഒരു പദ്ധതിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥാവിശേഷം ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള പ്രതിവിധി ഇവിടുത്തെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ്. അതുതന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഈ അൻവർ എന്ത് തീരുമാനം എടുക്കുന്നു താങ്കൾ കാത്തിരിക്കുന്നില്ലേ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തീരുമാനിക്കേണ്ട എൻ്റെ നേതാക്കന്മാരാണ്. എൻ്റെ നേതാക്കൻ ഇപ്പോൾ ഇവിടെ തന്നെ UDF ജില്ലയിലെ പ്രധാന നേതാക്കന്മാരൊക്കെ ഉണ്ട്. KP മജീദ് ഒക്കെ ഉണ്ട്, അമീദ് ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ PK ബഷീർ കെ ഉണ്ട്, പിന്നെ UDF കൺവീനർ PT അജയ് മോഹൻ ഇവിടെയുണ്ട്, PK ഫിറോസ് ഉണ്ട്. അവരാണ് ഞാൻ ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും എന്നെ ഇട്ടല്ല ചർച്ച നടക്കുന്നത്, ഞാനല്ല. അത് PV അൻവറുമായുള്ള ചർച്ചകളും കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എൻ്റെ നേതൃത്വം എടുക്കും, UDF നേതൃത്വം എടുക്കും. ആ തീരുമാനം അനുസരിച്ചായിരിക്കും എൻ്റെ പ്രവർത്തനങ്ങൾ.